സ്വഹാബി വനിതകളുടെ സ്നേഹം, സ്വഹാബത്തിന്റെ സ്നേഹം, അതൊക്കെ എഴുതി വെച്ചത് വായിച്ചാൽ നമുക്ക് തിരിയും. സ്നേഹ ജീവിതം അതാണ്. ബന്ധം യഥാർത്ഥത്തിൽ ഉണ്ടാക്കേണ്ടത് അങ്ങനെയാണ്. നമ്മുടെ ജീവിതത്തിൽ മെല്ലെ മെല്ലെ ഇവിടെ ഞായറാഴ്ച ക്ലാസ് നടക്കുന്നുണ്ട്. എന്താണ് ക്ലാസ്? എന്താണ് പെണ്ണുങ്ങളോട് പറയേണ്ടത്? എന്തിനാ കുട്ടിയോട് പറയേണ്ടത്? എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത്? എങ്ങനെ നിസ്കരിക്കണം, എങ്ങനെ ഒതുക്കണം എന്നുള്ള ക്ലാസ് നടക്കുന്നുണ്ട്. അൽഹംദുലില്ലാ, ചെറുപ്പക്കാർ, ഒരുപാട് ചെറുപ്പക്കാർ ഇപ്പൊ അതിന് സജീവമായി പങ്കെടുക്കുന്നുണ്ട്. ഇപ്പൊ സദസ്സിലുണ്ട് ഒരുപാട് കുറെ ആൾക്കാരുണ്ട്. മൻസൂറിന്റെ ഒക്കെ കുറെ പ്രവർത്തനങ്ങൾ എല്ലാ കുട്ടികളും, മൻസൂറിന്റെ പേര് കിട്ടുന്ന ആളെ പറഞ്ഞാണ് കുറെ ആൾക്കാർ, വേണ്ടി മക്കൾ കുറെ ആൾക്കാർ ഇവരെ പരിസരത്ത് കാണുന്നവരൊക്കെ ഉണ്ട്. ഒക്കെ സദസ്സിൽ ഞായറാഴ്ച ക്ലാസ്സിൽ വരുന്നുണ്ട്. അവരൊക്കെ നമ്മളെന്താ പറയണത്? എന്താ വീട്ടിൽ പോയാൽ ചെയ്യേണ്ടതെന്നാ ചർച്ചൊക്കെ ഇങ്ങനെ മാറ്റൂലേ നമ്മള്? ഞാൻ ഇങ്ങനത്തെ പറയലുള്ളൂ. എനിക്ക് നല്ല പിന്നെ ഇറാഖിലും കുവൈറ്റിലൊക്കെ ബോംബിട്ടിട്ട് ആകെ കുറെ ആൾക്കാർ മരിച്ചിരിക്കണെന്ന് പറഞ്ഞാൽ നമ്മളേതായാലും മരിക്കും. അതിന് മുമ്പ് നമുക്ക് കൊല്ലം ചെയ്യാനുള്ളത് നമ്മൾ ചെയ്യാം. മരിച്ച് നമുക്ക് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് പറയും ചെയ്യാം. ഓൽക്ക് വേണ്ടി നമുക്ക് തയ്യാറെടുക്കേണ്ടതല്ല. അതിങ്ങനെ ബോംബ് പൊട്ടി 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 എന്ന് കുറെ സംസാരിച്ചിട്ട് കാര്യമില്ല. വിഷയങ്ങൾ മനസ്സിലാക്കണ്ട. പൊട്ടിയത് ഏതായാലും പൊട്ടി. അള്ളാഹു നമ്മളെ മുസ്ലിമീങ്ങളൊക്കെ കാക്കട്ടെ, നമ്മളൊക്കെ അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. കുറെ സാഹിത്യം ചിലപ്പോൾ നിങ്ങൾ കേട്ടില്ലെങ്കിൽ ഇത് നിങ്ങൾ മനസ്സിലാക്കണം. വീട്ടിൽ കയറി ചെന്ന് നമ്മൾ ഡ്രസ്സ് മാറ്റുമ്പോൾ നമ്മൾ ഡിങ്കി ഡിങ്കി അടിക്കും, ഡിങ്കി 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 പാട്ട് പാടും. നമ്മുടെ ചെക്കന്മാരൊക്കെ അങ്ങനല്ലേ? ഞാനിപ്പോ അടുത്ത് വൈലത്തൂരിന്ന് ഒരു വഴി വയ്ക്കാൻ വേണ്ടി വണ്ടി ഇങ്ങനെ സ്ലോ ആക്കി ഗ്ലാസ് താത്തിയിട്ട് ഒരു ഓട്ടോ ഡ്രൈവറോട് ഇന്ന സ്ഥലത്തേക്ക് എങ്ങനെ പോവാ, അപ്പോ കേൾക്കണില്ല. നല്ല ആദരവോട് കൂടിയാണ്. എന്താ സാർ? അപ്പൊ ഉള്ളിൽ നിന്ന് ഇങ്ങനെ കറ പറ ചെറ പറ പാട്ടിട്ടിക്കാണ്. എന്നാ മാണിക്കക്കല്ലിൽ ഒന്ന് ഓഫാക്കിക്കൂടെ? എന്താണ് സുബ്ഹാനല്ലാഹ്. അപ്പൊ അവന് ഞാൻ അപ്പൊ തന്നെ ഗ്ലാസ് പൊക്കിയിട്ട് പറഞ്ഞു, ആ സാധുവിനെ ആരെങ്കിലും ഓട്ടർഷ ഇന്ന സ്ഥലത്തേക്ക് ഒന്ന് പോകുമെന്ന് ചോദിച്ചാൽ അവനക്ക് ദേശീയകാരം. കാരണം അവന് ഓടാൻ വന്നതല്ല. അവൻ കാലൊക്കെ കാൽമ കയറ്റി വെച്ചിട്ട് ഇതങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ ഒരു ഹരത്തിലാണ് മൂപ്പരിപ്പോ. ഇപ്പൊ ആരെങ്കിലും ഒന്ന് കോട്ടയ്ക്ക് പോകണം, നീ ഒന്നും മിണ്ടാതെ കോട്ടയ്ക്ക് പോകണം, മനുഷ്യർ പാട്ട് കേൾക്കുന്നു തമാശ. അപ്പൊ അവരൊക്കെ ഒരു ഹരാക്കി കണ്ടിക്കണപ്പത് അടിച്ച് തകർക്കുക. ഇതിനിടയിൽ നിന്നല്ലേ വീട്ടിൽ കയറുന്നത്. അപ്പൊ ആ ജിങ്കുടുങ്കുടുവിന്റെ ബാക്കി പാടും. അതാ ഞാൻ പറഞ്ഞത്. ഷർട്ട് മാറ്റുമ്പോ, നമ്മളിങ്ങനെ മാറ്റി നിർത്തുമ്പോ, നമ്മൾ വീട്ടിൽ ഇങ്ങനെ കയറുമ്പോ من ثنيات الوداع وجب الشكر علينا ما دعا لله داع. അപ്പൊ പെണ്ണുങ്ങൾ ചിരിക്കും. അപ്പൊ മറ്റേ പാടിയ ചിരിക്കൂലേ? മറ്റേ ഗുടുഗുട് പാടിയ ചിരിക്കൂലേ? ഇത് മാത്രം ചിരിക്കുന്നു. ഏതായാലും കുറച്ച് സൗണ്ട് നീട്ടാന്നല്ലേ പാടുകയെന്ന് പറഞ്ഞാൽ ഇതാണ്ട് പാടിക്കള. ഏതായാലും നോക്കല്ലേ കിതാബ് കൈക്കോട്ടെ എന്ന് പറഞ്ഞത്. ഏതായാലും പാടിയല്ലേ, അതിതായിക്കോട്ടെ. അങ്ങനെ ആവുമ്പോ അവള് കുട്ടിനെങ്ങനെ ആട്ടി ഉറക്കുന്നുണ്ടാവും. അപ്പൊ നമ്മളെ കൂടെ من ثنيات الوداع وجب شكر علينا ما دعا لله داع أيها المبعوث فينا جئت بالأمر المطاع جئت شرفت المدينة مرحبا يا خير داع. മെല്ലെ 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 നമ്മളുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നമ്മോട് ബന്ധപ്പെട്ടിരിക്കുന്ന നമ്മുടെ ഭാര്യയുടെ കൂടെ, നമ്മുടെ കുട്ടികളുടെ കൂടെ, നമ്മുടെ ഉമ്മായുടെ കൂടെ, നമ്മുടെ വാപ്പായുടെ കൂടെ, ജ്യേഷ്ഠാനുജന്മാരുടെ കൂടെ നമ്മുടെ കുടുംബം ഒരുമിച്ചിരുന്നുകൊണ്ട് ഒരു മങ്കൂസ് മൗലിദ് ഓതാൻ നമുക്ക് മനസ്സ് വേണം. ആ കൂട്ടുകാരുമായി ഒരുമിച്ചിരുന്നുകൊണ്ട് ഉസ്താദിനെ വിളിച്ചിട്ടൊരു പരിപാടി നമുക്ക് നടത്താം. മുതഅല്ലിമീങ്ങളെ കൊണ്ടുവന്നിട്ടൊരു മജ്ലിസ് വലിയ പരിപാടി നടത്താം. അതെന്നും നടക്കൂലല്ലോ. എന്നും പരിപാടി നടത്താനുള്ള കഴിവൊന്നും നമുക്കില്ല. ഒരു ദിവസം വലിയ വലിയ വിപുലമാക്കി നടത്തും. പക്ഷേ എന്നും വീട്ടിൽ ഇത് നടന്നുകൊണ്ടേയിരിക്കും. ഞാനും എന്റെ ബന്ധങ്ങളും ഈ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ബന്ധം നിലനിർത്തുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു വിഷമം വരുമ്പോ നമ്മുടെ കുടുംബത്തിന് ഒരുമിച്ചിരിക്കാമല്ലോ. ഒരു മങ്കൂസ് മൗലിദ് നമുക്ക് തന്നെ ഓതാമല്ലോ.
അതോതിയാൽ നമ്മുടെ പ്രശ്നം പരിഹരിക്കുമല്ലോ. പൊന്നാനിയിൽ ഒരിക്കലും രക്ഷയില്ല എന്ന് ഉറപ്പു വന്നപ്പോ കുടുംബങ്ങൾ മുഴുവൻ ടെൻഷനായി മരിച്ചങ്ങനെ പോവില്ലേ. മഖ്ദൂം തങ്ങൾ പറഞ്ഞത് മങ്കൂസ് മൗലിദ് എല്ലാ വീട്ടിലും ഓതാനല്ലേ, ഓതിയില്ലേ എല്ലാ പ്രശ്നവും നീങ്ങിയില്ലേ? നീങ്ങും. ഏറ്റവും വലിയ കാരണമാണ് അവിടുന്ന്. അവിടത്തെ കൊണ്ട് നേടാൻ പറ്റാത്ത ഒന്നുമില്ല. കാട്ടിൽ നിന്ന് സിംഹം ചാടി വന്ന സമയത്ത് ഞാൻ മുത്തുനബിയുമായി ബന്ധമുള്ള ആളാ എന്ന് പറഞ്ഞപ്പോ സിംഹം തലകുനിച്ചില്ലേ, പുറം കാണിച്ചു കൊടുത്തില്ലേ? സിംഹം, ആക്രമിക്കാൻ വന്ന സിംഹം അടിമയെപ്പോലെ തലകുനിക്കുകയും പുറത്തു കയറാൻ അനുവദിക്കുകയും സഫീനത്ത് റളിയല്ലാഹു അൻഹുവിനെ കരയിൽ ആക്കുകയും ചെയ്തില്ലേ? ദ്വീപിൽ കുടുങ്ങി കപ്പലിൽ നിന്ന് പ്രയാസപ്പെട്ട് ഏതോ ഒരു കാട്ടുദ്വീപിൽപ്പെട്ട് അതിന്റെ ഉള്ളിൽ നിന്ന് രക്ഷപ്പെടുത്തിയത് സിംഹമായിരുന്നു. وَمَنْ تَكُنْ بِرَسُولِ اللَّهِ نُصْرَتُهُ إِنْ تَلْقَاهُ الْأُسْدُ فِي أَجَمِهَا تَجْمِي مَوْلَايَ لِمْ دَائِمًا أَبَدًا عَلَى حَبِيبِكَ خَيْرٍ. സിംഹത്തിന്റെ മുമ്പിൽ നിന്നും രക്ഷയുണ്ട്. അവിടത്തെ സഹായിയാക്കിയവൻ പരാജയപ്പെടില്ല. ഏത് ഘട്ടത്തിലും അല്ലാഹുവിന്റെ റസൂലാണോ സഹായി, സ്വല്ലല്ലാഹു അലൈക യാ റസൂലല്ലാഹ്, പരാജയമില്ല. അല്ലാഹു നമ്മുടെ ഖൽബ് അതിനു പറ്റിയ ഹൃദയമാക്കി തരട്ടെ. ഖൽബിൽ അല്ലാഹു ഈമാൻ നിറച്ചു തരട്ടെ. അല്ലാഹു ഖൽബിൽ ഈമാനും മഹബ്ബത്തും നിറച്ചു തരട്ടെ. ഇങ്ങനെ ജീവിതത്തിൽ ഇന്നു മുതൽ ഒരു മാറ്റത്തിന് അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഒന്ന് ആമീൻ പറഞ്ഞാ നിങ്ങൾ. അത് ശരി. ഈ കൂട്ടത്തിൽ ഒരാൾക്ക് കണ്ണിന് എന്തോ ഒരു അപകടമുണ്ട്, കാഴ്ച കുറഞ്ഞു വരുന്നുണ്ട്. ഞാൻ പറഞ്ഞത് ആർക്കാണ്? ഒരാൾക്ക് കണ്ണിന് സുഖമില്ല, ആളെ കാഴ്ച അല്ലാഹു തിരിച്ചു കൊടുക്കട്ടെ എന്ന് തോർന്നാൽ ബാക്കിയുള്ളവരൊക്കെ ആമീന്ന് പറയുമ്പോഴും ഇയാള് ആമീന്ന് പറയും, പല്ല് കടിച്ചു പിടിച്ച് പറയും. എന്താ സംഭവം? അയാൾക്കറിയാം അയാളെ ബുദ്ധിമുട്ട്, അയാളെ കാഴ്ച കുറഞ്ഞുകൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തെ അനുഭവിക്കുന്നത് കൊണ്ട് അദ്ദേഹത്തിന് ടെൻഷൻ ഉണ്ടാവും. ഒരു ഒന്നൊന്നര ആമീനോ ഈ കാരം. ബാക്കിയുള്ളവരെ അനുഭവിക്കാത്തത് കൊണ്ട് അവർക്ക് അത്ര സ്ട്രോങ് ഉണ്ടാകില്ല. ഇതല്ല, എല്ലാവരുടെ ഹൃദയവും തൊട്ടുകൊണ്ടിരിക്കുന്ന, എല്ലാവരും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ആത്മീയ പ്രശ്നമാണ് ഞാൻ അവതരിപ്പിക്കുന്നത്. എല്ലാവർക്കും സെയിം എഫക്ട് ഉണ്ടാകണം. ഇല്ലെങ്കിൽ നമുക്ക് ശ്രദ്ധ ഇത്തരം കാര്യങ്ങൾ ഇല്ലാത്തത് കൊണ്ടാണ് ഈ അപകടമൊക്കെ വന്നത്. അല്ലാഹു നമ്മെ നന്നാക്കി തരട്ടെ. അല്ലാഹു നമ്മെ നന്നാക്കി തരട്ടെ. അപ്പൊ നമുക്ക് ആത്മീയ രംഗത്തുള്ള കോട്ടങ്ങളാണ് നമ്മൾ പറയുന്നത്. അതിലൊരു തിരിച്ചുവരവ്, അതിലൊരു പരിഹാരമാണ് നമ്മൾ പറയുന്നത്. അപ്പൊ എല്ലാവരും ആമീൻ റാഹത്തോടുകൂടി പറയും ബോധമുണ്ടെങ്കിൽ. അല്ലാഹു നമ്മുടെ ഖൽബ് നന്നാക്കി തരട്ടെ. അല്ലാഹു ഈമാനും മഹബ്ബത്തും ഏറ്റിത്തരട്ടെ. അല്ലാഹു ഈമാനും മഹബ്ബത്തും ഏറ്റിത്തരട്ടെ. മദ്രസയിലെ കുട്ടികളുടെ പരിപാടിയുടെ തുടക്കത്തിലൊക്കെ ഒരു പ്രസംഗം നടത്തുക എന്നുള്ളത് ഒരു അക്രമം എന്ന് വേണമെങ്കിൽ അതിന് പറയാം. കുട്ടികളുടെ പരിപാടി, ഔദ്യോഗിക പരിപാടി നടക്കുകയാണ്. രക്ഷിതാക്കളൊക്കെ അതിനുവേണ്ടി സജ്ജമായി അത് കാണാൻ മൊബൈലൊക്കെ അതിനുവേണ്ടി പുതിയ മൊബൈൽ ഗൾഫിൽ നിന്ന് വാങ്ങി വന്നവരുണ്ടാവും. എന്റെ കുട്ടിന്റെ പരിപാടി ഇന്ന് പിടിച്ചിട്ടുള്ള പരിപാടിയുള്ളൂ എന്ന് നിൽക്കും. അതാണ് പിടിച്ചു കഴിഞ്ഞാൽ ഓല് പോവും ചെയ്യും. അത് അവരെ കുട്ടീന്റെ പരിപാടി കഴിഞ്ഞാൽ പോകും. ഞാൻ കഴിഞ്ഞ കൊല്ലം പറഞ്ഞിട്ടുണ്ട്. നമ്മളെ കുട്ടീന്റെ പരിപാടിയാണ് കഴിഞ്ഞാൽ നമ്മൾ കടന്നുറങ്ങണം. അമ്മാമാന്ന് പറയും നമ്മളെ കുഞ്ഞോന്റെ പാട്ട് ഉമ്മ ഓ ആ തൂങ്ങണ അമ്മാമൊക്കെ എണിച്ച് എവിടെ നമ്മളെ കുഞ്ഞോനാണോ അതൊന്ന് കേൾക്കണം. എന്താ അത് നമ്മളത് എന്ന ചിന്തയാ. നമ്മളുടെ കൂട്ടത്തിൽ നമ്മൾ എന്ന് പറഞ്ഞ കൂട്ടത്തിൽ മുത്തുനബി ഉണ്ടാകണം. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളെ നബി മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളെ കുഞ്ഞോൻ എന്ന് പറഞ്ഞ മാതിരി അതിനേലും അപ്പുറം പറയാൻ നമ്മുടെ ഖൽബ് കൊണ്ട് കഴിയണം. അപ്പൊ പിന്നെ ആത്മാർത്ഥത എല്ലാത്തിലും ഉണ്ടാവും. നമ്മളാളെ കുറിച്ചല്ലേ പറയണത്, അത് കേൾക്കുന്നത് ഒരു ഹര. അത് നമ്മളെ മോന്റോടുള്ള സ്നേഹം മാത്രമല്ല, ആ നേതൃത്വത്തോടുള്ള സ്നേഹമായി. മറ്റേത് അങ്ങനല്ല. നമ്മളെ കുട്ടി ഫുട്ബോൾ കളിക്കുമ്പോഴും കാണാനൊരു ഇഷ്ടം ഉണ്ടാവും നമുക്ക്. നമ്മളെ കുട്ടി കരണം കുത്തി മറിഞ്ഞാലും ഒരു രസീകാരം കാണാൻ. നമ്മളെ കുട്ടി റോട്ടിൽ ഇങ്ങനെ ഉരുളാണ്, അതിങ്ങനെ വീഡിയോ പിടിക്കുന്ന രസീകാരം. അത് നമ്മളെ കുട്ടിയായിട്ടുള്ള ബന്ധാണ്. പാട്ട് മുത്തുനബിയായിട്ട് ബന്ധപ്പെട്ട പാട്ട് എന്നുള്ളവർക്കല്ല, നമ്മളെ കുട്ടി എന്നുള്ളവർക്ക. അതല്ല, ആ നേതാവുമായി ബന്ധപ്പെട്ട പാട്ടാണെങ്കിൽ മുമ്പും ശേഷവും പാടിയതൊക്കെ അതന്നല്ലേ. അതൊക്കെ ആവേശത്തിൽ നമ്മൾ പിടിക്കാൻ നോക്കും. അതിന്റെ കൂടൊക്കെ നമ്മൾ മുന്നിൽ നിൽക്കും, വളരെ സജീവമായിട്ട് നിൽക്കും. ഇപ്പൊ നിൽക്കുന്നവരിൽ അൽഹംദുലില്ലാഹ് എല്ലാവരും ഈ നിലക്കന്നെയാണെങ്കിലും അപൂർവം ചില ആളുകൾ ഉണ്ടോന്ന് എനിക്കറിയില്ല. കുട്ടീന്റെ പാട്ട് എപ്പോഴാണ് പഠിച്ചത്, അത് കഴിഞ്ഞാന്ന് മനുഷ്യന് പോകേനെ. ഇത് കഴിഞ്ഞിട്ട്
ഓന് എപ്പോഴാ പാടുകയെന്ന് ആർക്കറിയാം, എന്റെ പാട്ടെപ്പോഴാ, മനുഷ്യൻ അത് കേട്ടൊന്ന് പോകേനി എന്ന് വിചാരിച്ച് നിൽക്കുന്നവര് ഏതായാലും നിൽക്കുകയല്ലേ. ഇതെല്ലാം മുറിയുന്നൊരു ദിവസം വരാനുണ്ട്. യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വഉമ്മിഹി വഅബീഹി വസ്വഹിബതിഹി വബനീഹി. എല്ലാ ബന്ധങ്ങളും മുറിച്ച് ഉമ്മയെ കാണുമ്പോ മക്കൾ ഓടിയൊളിക്കുന്ന സമയം, ജ്യേഷ്ഠനും അനുജനും പരസ്പരം ഓടുന്ന രംഗം, പെങ്ങളും ആങ്ങളെയും കാണുന്ന സമയത്ത് പരസ്പരം തിരിഞ്ഞോടുന്ന ഘട്ടമുണ്ട്. മഹ്ശറയിൽ വരാനുണ്ടെന്ന് നമുക്കറിയില്ലേ. അവിടെ രക്ഷപ്പെടാൻ ഈ ബന്ധം കൊണ്ട് കാര്യമില്ല. അവിടെ വിജയത്തിന്, അവിടെ രക്ഷപ്പെടാൻ ഓരോരുത്തരും ഓടിച്ചെല്ലുന്നത് ഇലാ ഹദ്റത്തി റസൂലില്ലാഹ് സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുത്തെ മുമ്പിലേക്കാണ് ചെല്ലുന്നത്. അവിടുന്ന് ഹൗദുൽ കൗസർ കൊടുക്കുന്ന രംഗമുണ്ട്. അവിടുത്തെ തിരുശഫാഅത്ത് ലഭിക്കാതെ കുട്ടിക്കും രക്ഷപ്പെടാൻ കഴിയില്ല. അതുകൊണ്ട് സ്വന്തം മകൻ പാടുമ്പോഴും, അയൽവാസിയുടെ മകൻ പാടുമ്പോഴും, കൂട്ടുകാരന്റെ മോൻ പാടുമ്പോഴും കേൾക്കുന്ന സമയത്ത് ആ നേതാവിന്റെ മദ്ഹെന്ന നിലക്ക് കേൾക്കണേ. ഈ സദസ്സിൽ നിൽക്കുമ്പോ മുത്തുനബിയുടെ സദസ്സെന്ന നിലക്ക് നിൽക്കണേ. ഈ സദസ്സിലിരിക്കുമ്പോ മുത്തുനബിയുടെ സദസ്സെന്ന നിലക്കിരിക്കണേ. അപ്പോ ആ നേതാവുമായുള്ള ബന്ധത്തിനത് കാരണമായി. നമ്മളെ നാട്ടിലില്ല. ചീരണി ആദ്യം കൊടുത്താൽ സദസ് കാലിയാവും. നമ്മളെ നാട്ടിൽ അങ്ങനല്ല. അപ്പോ ചീരണി മുത്തുനബിയുടെ മൗലിദിന്റെ ബറക്കത്ത് ചീരണി എന്ന നിലക്ക് വാങ്ങുന്നവരില്ലെന്നല്ല ഞാൻ പറയുന്നത്. അങ്ങനെ ഒരു ഉദ്ദേശം മാത്രമുള്ള ആളുകളാണെങ്കിൽ, അതല്ലാത്ത ഒരുപാട് ബറക്കത്ത് ഇവിടെ ഉണ്ട്, അതിനൊന്നും ആരും എത്തൂല. സുബ്ഹാനല്ലാഹ്, ഇത്ര തിരക്കും തിക്കുള്ള വേറൊരു മാറ്റർ വേടല്ല. ഫുഡിന്റെ സ്ഥലത്തെത്തിക്കഴിഞ്ഞാൽ മുഴുവൻ ആളുകളും സജീവം അടിച്ച് പൊളിച്ച്, ഇത് എവിടെന്നാണ് റബ്ബേ ഇതൊക്കെ പാടെ, എന്താണ് ഈ നടക്കുന്നത്? വലിയ ഖൈറാണ്. അല്ലാഹു ഖിയാമത്ത് നാൾ വരെ നിലനിർത്തി തരട്ടെ. അതൊരു വലിയ ബറക്കത്താണ് ഈ നാട്ടിൽ. നമ്മുടെ ഇവരൊക്കെ ഇന്നലെ രാത്രി 12 മണിക്കൊക്കെ ഓരോരുത്തർ സുബ്ഹാനല്ലാഹ് രാത്രി 1 മണി കഴിഞ്ഞപ്പോൾ കുഞ്ഞാലിയാജി ഇവിടെ നിൽക്കുന്നു. ഈ മനുഷ്യന്മാർ അവിടെ ഇബ്രാഹിം കുട്ടിയാജി 1 മണിക്കൊക്കെ അവിടുന്ന് വിളിച്ച് സംസാരിച്ച് ഞങ്ങൾ ഇവിടെ പോയി. ഇവിടെ വന്ന് ഈ ഇബ്രാഹിം രാജും സിദ്ദീഖാജും ഇപ്പോഴത്തെ കുറച്ച് ആൾക്കാർ ഈ പാതിര സമയത്ത് ഉറക്കഞ്ചവർക്ക് ഇവരിങ്ങനെ നടക്കുക. ഈ ഹാജിമാർ ഇതാരോ ഖൽബിലിട്ട് കൊടുത്തൊരു സ്നേഹം തന്നെയാ, അതിൽ സംശയമില്ല. അവരൊക്കെ പാടെ കൂടി ചെറുപ്പക്കാരും പ്രവർത്തകരും ഓടി ചാടി ഇന്ന് പകലിവിടെ എന്തൊക്കെയാണ് നടക്കുന്നത്? വലിയ ഖൈറാണ്, അല്ലാഹു നിലനിർത്തട്ടെ. പക്ഷേ ആ സമയത്ത് ആ ഭക്ഷണത്തിന്റെ വിഷയത്തിലുള്ള തിരക്ക് മറ്റ് നിസ്കാര സമയത്തും മൗലൂദിന്റെ രംഗത്തൊക്കെ ഒന്ന് ഉണ്ടായിരുന്നെങ്കിൽ എന്ന സന്തോഷം, അതുണ്ടായിക്കഴിഞ്ഞാലുള്ള ഒരു രംഗം, ഒരു ഹരം നിങ്ങളെ കൂടെ ഉറക്കനെ പറഞ്ഞെന്നുള്ളൂ, അല്ലാതെ വേറെ പ്രശ്നമൊന്നും ഇല്ല. എല്ലാവർക്കും ഇപ്പം അങ്ങനെ എത്തിക്കോളന്നില്ല. അത് ആ സമയത്ത് എല്ലാവരും കൂടെ സജീവമാണതാ. പക്ഷെ ആ ഒരു സ്വഭാവം, ആ ഒരു ബന്ധത്തിൽ തന്നെ അങ്ങോട്ട് മുന്നോട്ട് പോയാൽ ഇൻഷാ അല്ലാഹ് ഒരു വിപുലമായ റാലി മമ്പുറത്ത് നിന്ന് നമ്മൾ നടത്തുന്നുണ്ട്. വെള്ളിയാഴ്ച 20 ഓർമ്മയുണ്ട്, ഇന്ന് പകൽ പ്രഖ്യാപിച്ചു, കാലത്ത് പ്രഖ്യാപിച്ച 24-ന് ഒരു റാലി ഇൻഷാ അല്ലാഹ് നമ്മളെ മില്ലത്തിനായ കമ്മിറ്റി, നമ്മളെ ദർസിലെ വിദ്യാർത്ഥി സംഘടന എല്ലാവരും കൂടി സംയുക്തമായിട്ട്, പിന്നെ നമ്മുടെ നാട്ടിലെ പ്രവർത്തകർ SIS-ഉം SSF-ഉം എല്ലാവരും കൂടി സംഘടിപ്പിക്കുന്ന ഒരു വല്ലാത്ത റാലി ഇൻഷാ അല്ലാഹ്. അല്ലാഹു ഫതഹാക്കട്ടെ, അല്ലാഹു ഫതഹാക്കട്ടെ. റാലിനെ പറ്റി മാത്രം പറഞ്ഞ അന്നത്തെ സുബഹിയാവും. അപ്പൊ ഞാനത് പറയണില്ല. ഇൻഷാ അല്ലാഹ് നമുക്ക് വെള്ളിയാഴ്ച അത് വിഷയം പറയണം. ബാഡ്ജൊക്കെ കൊടുത്ത് നമ്മുടെ ചെറുപ്പക്കാർ മുഴുവനും ഇതിലിറങ്ങണം. ഈ നാട്ടിലുള്ള മുഴുവൻ ചെറുപ്പക്കാരും ഇറങ്ങണം. ഒരു കുട്ടിക്ക് നടക്കാൻ കഴിയോ റാലി പങ്കെടുക്കണം. ഇന്നുണ്ട് ഒരാൾ, എനിക്ക് 91 വയസ്സായ ഉസ്താദെ, ഇപ്പൊ നിങ്ങൾ പ്ലേറ്റിന് പോയി എത്തുന്നിടത്ത് ഞാൻ നടന്നെത്തുന്നറിഞ്ഞു. ഇന്നൊരു വയസ്സങ്കാക്കം, ഞാൻ അജ്ജ ചെയ്ത് എന്ത് വിറ്റാണ് റബ്ബേ ഇത്. ഞാൻ നോക്കുമ്പോ നിങ്ങൾക്ക് പരിചയം ഉണ്ടാവുമെന്ന് അറിയില്ല ആളെ, നമ്മളെ നാട്ടിലുള്ള ഒരാൾ. ഞാൻ ഉസ്താറാണ്. അപ്പൊ ഞാൻ ഇരിക്കുമ്പോ ഞാൻ പറഞ്ഞു നിങ്ങൾ ഇരിക്കി, ഒരു തകരാറും എനിക്കില്ല, വയസ്സ് 91ആയി. എന്തൊരു ആവേശത്തില്. അപ്പൊ അങ്ങനത്തെ ആൾക്കാർ ഇവിടെ ഉണ്ട്, ഇപ്പോഴും റാലിക്കൊക്കെ വരുന്നുണ്ട്. അജബായി പോയി. ഇൻഷാ അല്ലാഹ് എല്ലാവരും ഇറക്കണം. വീട്ടിൽ പോയി നമ്മുടെ ചെറുപ്പക്കാർ നേരിട്ട് വിളിക്കണം, എല്ലാവരെയും ഇറക്കണം, റോഡ് നിറക്കണം. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾ കല്യാണം കഴിക്കണം, എന്നിട്ട് നിങ്ങളിലൂടെ സന്താനങ്ങൾ ഒരുപാടുണ്ടാകണം. ഖിയാമത്ത് നാളിൽ എന്റെ സമുദായം ഒരുപാടുണ്ടെങ്കിൽ നിന്നിലേക്ക് ഞാൻ ക്ഷണിച്ചുകൊണ്ട്
നിന്നെ പരിചയപ്പെടുത്തി ഞാൻ ഉണ്ടാക്കിയ എന്റെ സമുദായമാണിതെന്ന് പറഞ്ഞ് അല്ലാഹുവിന്റെ മുമ്പിൽ എനിക്ക് എഴുന്നേറ്റ് നിൽക്കാൻ കഴിയുമെന്ന് മുഹമ്മദ് മുസ്തഫ. അതവിടുത്തെ ഒരു സന്തോഷമാണ്. അവിടുത്തെ അണികൾ കൂടുക, അവിടുത്തെ ജന്മദിനത്തിൽ ആളുകൾ സന്തോഷിക്കുക. കാഫിർ സന്തോഷിച്ചാൽ വരെ ഗുണമുണ്ട്, മുസ്ലിമിന് ഏതായാലും ഉണ്ട്. അപ്പൊ ഇതൊരു വലിയ ദിവസമാണ്. ഇത് നമ്മൾ ഒരിക്കലും മറക്കരുത്. ഈ റാലിക്ക് വേണ്ടി പ്രവർത്തിക്കണം. ഇത്തരം സദസ്സിൽ വേണ്ടി നമ്മൾ മൗലിദിലും ഭക്ഷണം കൊടുക്കുന്നതിലും എല്ലാത്തിലും സജ്ജമാവണം. ഇന്ന് അകത്തപ്പള്ളി ഫുള്ളായിരുന്നു സുബൈക്ക്, അല്ലേ? അകത്തപ്പള്ളി ഫുൾ. അൽഹംദുലില്ലാ. അല്ലാഹു 3 തട്ടും ഫുള്ളാക്കി പിന്നെ പുറത്തും കൂടി ആൾക്കാരെ നിറക്കട്ടെ. ആമീൻ ആമീൻ. അങ്ങനെ നിറയണം, കൂടി കൂടി വരണം. ഞാൻ പ്രവർത്തിച്ചാൽ, നമ്മുടെ ഹാജിമാര് പ്രവർത്തിച്ചാൽ, നമ്മുടെ പ്രവർത്തകർ പ്രവർത്തിച്ചാൽ, ഓരോരുത്തരുടെ പ്രവർത്തനം കൊണ്ട് ഒരാൾ കൂടണം, 2 ആൾ കൂടണം, കൂടി 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 വരണം. ഇതാണ് പ്രവർത്തനം, ഇതാണ് ദഅവ. അതിന് ചിരിക്കണം, കരയേണ്ടടുത്ത് കരയണം, സംസാരിക്കേണ്ടടുത്ത് സംസാരിക്കണം, മുണ്ടാതക്കേണ്ടടുത്ത് മുണ്ടാതക്കണം. ഇതിനൊക്കെ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അങ്ങനെ നല്ല ഹിക്മത്തിൽ നമ്മൾ ഇറങ്ങിയാൽ ഈ നമ്മുടെ നാട് അൽഹംദുലില്ലാഹ് സുന്നത്തി ജമാഅത്തിന് വലിയ കെട്ടുറപ്പുള്ള മമ്പുറം തങ്ങൾ പാപ്പാന്റെ മദദ് നിലനിൽക്കുന്ന നാടാണെന്നതിൽ സംശയമില്ല. ഏതൊരു ഹൃദയത്തിന്റെ ഉള്ളിലും ആ തങ്ങൾ പാപ്പാനോട് സ്നേഹവും ബന്ധമുണ്ട്. കൂടുതൽ ആളുകളും അതിന്റെ ആളുകളാ. പക്ഷേ നമ്മൾ അത് ഉപയോഗപ്പെടുത്താതെ വന്നാൽ ബിദ്അത്ത് ഇവിടെ കയറും. അവരിവിടെ കയറി വിസർജിച്ച് ആകെ മലിനമാക്കും. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അവരുടെ വാക്കുകൾ മുഴുവനും, സംസാരങ്ങൾ മുഴുവനും, ലേഖനങ്ങൾ മുഴുവനും വിസർജനമാണ്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ഈമാൻ നശിപ്പിക്കുന്ന കൂട്ടരെ തൊട്ട് അല്ലാഹു നമ്മളെ കാക്കട്ടെ. നമ്മൾ ഇൻഷാ അല്ലാഹ് ഇനി ഒന്ന് ഒറ്റക്കെട്ടായി സജീവമായി എല്ലാവരും അങ്ങോട്ട് ഇറങ്ങിയാൽ, ഞാൻ ഈ ക്ലാസ്സിൽ എനിക്ക് ശരിക്കും അത് ബോധ്യപ്പെട്ടു. ഞായറാഴ്ച ക്ലാസ്സിൽ എല്ലാവരും സംബന്ധിക്കണം. എന്നിട്ട് നമ്മൾ പഠിക്കണം. നമ്മുടെ വീട്ടിൽ ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ഭാര്യ സെറ്റായാൽ നമ്മുടെ മോൻ സെറ്റാവും, നമ്മളെ പെണ്ണുങ്ങൾ അടിപൊളിയായാൽ നമ്മുടെ കുട്ടികൾ സെറ്റാവും. അപ്പൊ കുടുംബം സെറ്റാവും. പെച്ചും മെച്ചും സെറ്റായ കഴിഞ്ഞി. പിന്നെ ആ കുടുംബത്തിൽ വേറെന്താ? പിന്നെ മക്കൾ സ്വാഭാവികമായും അവരെ മൈൻഡിൽ സെറ്റായിക്കൊണ്ടിരിക്കും. അങ്ങനെ സെറ്റായാൽ, ഓരോ കുടുംബവും സെറ്റായാൽ സുബ്ഹാനല്ലാഹ്, ഈ ചെമ്മാട്ട് ഈ കൂടിയ ഓരോരുത്തരുടെ കുടുംബവും ഏട്ടനും അനുജനും. ഇപ്പൊ ഇന്ന് എന്റെ 3 ഏട്ടന്മാരെന്റെ മുകളിൽ, 3 ആളിന്റെ പള്ളിക്കുണ്ട്. 3 ആളിന്റെ ജ്യേഷ്ഠന്മാരാണ് എന്റെ മുകളിലുള്ള ആളാ. 3 ആളും സാധാരണക്കാരാണ്. പക്ഷെ 3 ആളും സുബഹി നിസ്കരിക്കുന്നതിന് മുമ്പ് മൗലിദിന് പള്ളിക്ക് എത്തിയിട്ടുണ്ട്. തൃശ്ശൂരിൽ നിന്ന് ഓടിക്കഴിച്ച് വന്നതാ. അത് നമ്മൾ പറഞ്ഞിട്ട് വന്നാണല്ലോ. അത് ഞാൻ അങ്ങനെ പറഞ്ഞു, എന്റെ പെച്ച് പറയാൻ പറഞ്ഞു. എന്റെ പെച്ച് എങ്ങനെ പഠിപ്പിച്ചു? കല്യാണത്തിന്റെ തലേ ദിവസം, ഞാൻ ചെറുപ്പത്തിൽ എന്റെ മൂത്ത മകളെ കല്യാണത്തിന്റെ തലേ ദിവസം, ഞാനത് പറഞ്ഞ ചില വിഷയങ്ങൾ മനസ്സിലാക്കാനാണ്. തലേ ദിവസം പെച്ച് പറഞ്ഞു, നമുക്കൊരു പരിപാടി ഉണ്ട്, ഉസ്താമാരൊക്കെ വരുന്നുണ്ട്. പടച്ചോനെ, ഉസ്താമാർ വന്നിട്ടുണ്ട്, കല്യാണത്തിനൊരു പരിപാടി. ഉസ്താമാരൊക്കെ വിളിച്ച് പായൊക്കെ ഇട്ടിട്ട് നല്ലൊരു ബദർ മൗലിദാണ് ഓതി. കുറച്ച് ആൾക്കാർ തലൊക്കെ ചൊറിഞ്ഞു. തല അവിടെ ചൊറിയാന്നല്ലാതെ മൗലിദ് ഇവിടെ ഓതി. റാഹത്തായിട്ട് പിരിച്ചുവിട്ട് കല്യാണം നല്ല ഭംഗിയായിട്ട് നടന്നു. ബദർ മൗലിദ് ഓതി. ഇങ്ങനെ പഠിപ്പിക്കുകയാണ്. എല്ലാ ദിവസവും മൗലിദ് ഓതാൻ പറയും. ഇങ്ങനെ ഓതിയും ചൊല്ലിയും ഉപ്പച്ചി പഠിപ്പിച്ചു. അതങ്ങനെ നിലനിൽക്കുകയാണ്. അതാണ് ആ ഏട്ടന്മാരൊക്കെ വന്നത്. ഞാൻ വിളിച്ചോണ്ട് മാത്രം വരൂല. അത് അപ്പച്ചി ആ പഠിപ്പിച്ച ബന്ധം. അങ്ങനത്തെ ഉപ്പച്ചിമാർ നമ്മളൊക്കെ ആയി മാറിയാൽ നമ്മുടെ കുടുംബം അങ്ങനെയാണ്. എല്ലാവരും ഒറ്റക്കെട്ട്, എല്ലാവരും ഒരുമിച്ച്. അങ്ങനെ ആയാൽ ഈ നാട്ടിൽ എല്ലാവരും കൂടി റോട്ടിൽ ഇറങ്ങിയിട്ട് റാലി നടത്തിയാൽ എന്താണ് ഇതിന്റെ ബർക്കത്ത്? ഇനി ഒരാൾ ഈ നാട്ടിൽ ഒരാൾ വേദനിക്കുന്നുണ്ടെങ്കിൽ, സ്നേഹം മുത്തുനബിയുടെ വിഷയത്തിലാണെങ്കിൽ, ആ വേദനിക്കുന്ന ആളെടുത്ത് ഈ സമൂഹത്തിലെ ഓരോരുത്തരും ബന്ധമുണ്ടെങ്കിൽ ഒരാള് 100 റുപ്യ വെച്ചെടുത്താൽ പോരെ? ആ വീടില്ലാത്തവനക്ക് വീട് കിട്ടൂലേ? ഇന്നിവിടെ നല്ല പ്രവർത്തനങ്ങൾ നടക്കുന്നു. അല്ലാഹു ബറക്കത്ത് ചെയ്യട്ടെ. ഞാൻ അറിഞ്ഞു ഇന്ന് ചെറുപ്പക്കാർ കുറെ ആളുകൾക്ക് കൂടിയിട്ട് അങ്ങനെ പല വിഷയത്തിൽ ഇടപെടുന്നു. വിവരങ്ങൾ ഞാൻ അറിഞ്ഞു. അല്ലാഹു ബറക്കത്ത് ചെയ്യട്ടെ. ഇതൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്. എല്ലാവരും സംഗമിക്കും, എല്ലാവരും പങ്കെടുക്കുമെങ്കിൽ ഇവിടെ രോഗികൾക്ക് സമാധാനമുണ്ട്, വീടില്ലാത്തവർക്ക് സമാധാനമുണ്ട്, മക്കളെ കെട്ടിച്ചയക്കാൻ ബുദ്ധിമുട്ടുന്നവന് ഒരു സമാധാനമാണത്. അതിന് ഈ മഹബ്ബത്ത് നമ്മുടെ ഇടയിൽ വളരണം. ഇത്തരം സംഗമങ്ങൾ നമ്മൾ ഒരുമിച്ച് നിന്ന് നടത്തണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അങ്ങനെ നാട്ടിലെ ഒരു കുട്ടിയും വേദനിക്കരുത്. എല്ലാവരും ഒരേ മനസ്സോടെ അവന് വേണ്ടി ദുആ ചെയ്യണം. അവന്റെ വിഷമത്തിൽ എല്ലാവരും ഇടപെടണം. ഇങ്ങനത്തെ ഒരു വിശാലത നമുക്ക് നമ്മുടെ ഓരോ ഹൃദയങ്ങൾക്കും അല്ലാഹു തരട്ടെ. നമ്മുടെ കുടുംബം, നമ്മുടെ നാട്, നമ്മുടെ സംഘടന, നമ്മുടെ പള്ളി, നമ്മുടെ സ്ഥാപനങ്ങൾ അല്ലാഹു സന്തോഷത്തിലാക്കി തരട്ടെ. അല്ലാഹു വലിയ വളർച്ച നമുക്കൊക്കെ തരട്ടെ. ഖൽബ് അല്ലാഹു ശുദ്ധിയാക്കി തരട്ടെ. ഞാൻ കുറച്ച് പറഞ്ഞപ്പോൾ നിങ്ങളോട് പറഞ്ഞു പോയതാണ്, നിർത്തുകയാണ്. എല്ലാവരും എഴുന്നേറ്റ് നിന്ന് 2 വരി വെയിറ്റ് ചൊല്ലി നമ്മൾ അവിടെ തന്നെ ഇരിക്കും. അടുത്ത പരിപാടിയിലേക്ക് നമ്മൾ കടക്കും. കുട്ടികളും പരിപാടിയും പാട്ടും നടക്കാനിരിക്കുന്നു. സുബഹി